വാസലിനാണ് എടുക്കുന്നത്. അപ്പോൾ ഷൂ പോളിഷ് ചെയ്യാനാണ് ആദ്യം നമുക്ക് വാസലിൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടി വാസലിൻ മാത്രം മതി. അപ്പോൾ അത് ഒരു കോട്ടൺ തുണിയിലോ അതല്ല എങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോ പഞ്ഞി ഉണ്ടെങ്കിൽ അതിനകത്തോ നമുക്ക് ഇതേപോലെ കുറച്ച് വാസലിൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മിനിറ്റോളം അത് വെച്ച് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പഴയ ഷൂ ആണെങ്കിലും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ബ്ലാക്ക് ഷൂ ഒക്കെ ആണെങ്കിൽ നല്ലൊരു തിളക്കമായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കറുത്ത ഷൂ ഒക്കെ ആകുമ്പോഴത്തേനും. അതേപോലെ കുട്ടികൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണെങ്കിലും ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക. നല്ല പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ വാസലിൻ വെച്ച് ഒരുപാട് ഉപയോഗമുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ വാസലിൻ വെച്ച് ചെയ്ത് കൊടുക്കണമെന്നില്ല, വല്ലപ്പോഴും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു തിളക്കമായിരിക്കും. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേനും നല്ല പൊടിയായിരിക്കും. അപ്പോൾ ആ പൊടിയൊക്കെ ആദ്യം ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതാണ്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഷൂ. കണ്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ബേസിനിലൊക്കെ എപ്പോഴും നമ്മൾ ടാപ്പ് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ വെള്ളം വീണിട്ട് അതിൻ്റെ ആ സ്റ്റീൽ കളർ തന്നെ ഒരു മാതിരി മങ്ങി കണക്കിരിക്കും. ഇപ്പോൾ സ്റ്റീലിൻ്റെ പൈപ്പാണല്ലോ എല്ലായിടത്തും. അപ്പം അത് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നതിന് ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചോ അതേപോലെ കോട്ടൺ തുണിയാണേലും മതി, ഒന്ന് ചെറുതായിട്ട് വാസലിനൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അത് വെച്ചൊന്ന് വെറുതെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഉണ്ടോ, നല്ല പോറലൊക്കെ വീണ് വെള്ളമൊക്കെ വീണ് ആകെ നാശമായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു തിളക്കമൊക്കെ കിട്ടും. ഉണ്ടോ. അതേപോലെ കിച്ചണിൽ നമ്മൾ എപ്പോഴും ഇതേപോലെ ഉപയോഗമുള്ളതാണ്. വെള്ളം തെറിച്ച് എത്ര സോപ്പിട്ട് നമ്മൾ തേച്ച് കഴിയാലും അതിൻ്റെ ആ 2 ദിവസം ആകുമ്പോഴത്തേനും അതിൻ്റെ ആ തിളക്കമൊക്കെ മങ്ങി വെള്ളമൊക്കെ വീണിട്ട് ആകെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വാസന ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നല്ലോണം അതേപോലെ ഒന്ന് ടാപ്പിനകത്തൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ദാണ്ട് വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു ഗ്ലേസിങ്ങാണ്. ഉണ്ടോ. ഇതേപോലെ തന്നെ ബാത്റൂമിലെ ടാപ്പിലും ചെയ്ത് കൊടുക്കാം. അപ്പം എപ്പോഴും വെള്ളം വീണ് തുരുമ്പിച്ച് സ്റ്റീലാണേലും കുറേ നാളാകുമ്പോഴത്തേനും തുരുമ്പൊക്കെ വരും. അപ്പോഴത്തേനും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അപ്പം നല്ല പുതിയതുപോലെ തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും. ഉണ്ടോ. അതേപോലെ തന്നെ നമ്മളെ കണ്ണാടി, ചെറിയ കണ്ണാടിയിലെ മുഖമൊക്കെ നോക്കുന്നു, അതിനകത്താണ് ഇപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ടോ. വാസലിൻ തേച്ചിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കുക. കണ്ടോ, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം. കണ്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.